കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളായി ഇപ്പോൾ മൊബൈൽ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക, അത് പലപ്പോഴും മധുസാറിൻ്റെ പ്രായവുമൊക്കെ ബന്ധപ്പെടുത്തിയ ആളുകൾ പറയുന്നത് ഇതൊരു വലിയ അപ്ഡേഷനാണ്, ടെക്നോളജിയുമായി മധുസാർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപ്ഡേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതായത് ടെക്നോളജിയെ പുൽകാനുള്ള ഈ ഒരു ആഗ്രഹം, ഈ ഒരു ഉത്സാഹം മധുസാറിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു? ആക്റ്റീവായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ വന്നിട്ട് പോപ്പുലറായി. അപ്പോൾ എനിക്ക് ഈ ഷൂട്ടിങ് കാരണം അങ്ങനെ തനത്തായിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. ഞാൻ അവസാനം ഇവിടെ 3 മാസം ഒരു ഈവനിങ് ക്ലാസ്സിൽ പോയി പഠിച്ചു കമ്പ്യൂട്ടർ പഠിച്ചു. ടെക്നോളജിയോട് ഒരു അടുപ്പമുണ്ട്, ഒരു ഇഷ്ടം. അല്ല, ആവശ്യം ടെക്നോളജി ജീവിതത്തിൽ ഒരു കോമൺ സാധനമായിട്ട് മാറുമ്പോൾ അല്ല ടെക്നോളജി അറിവാളിയാവണം എന്നുള്ളതല്ല. ടെക്നോളജി നമുക്ക് വേണ്ടതല്ലേ. മനുഷ്യൻ ഇതില്ലാതെ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിവൃത്തിയില്ല എന്ന് വരുമ്പോൾ, ഈവനിപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം തന്നെ, ഇപ്പോൾ ഫോൺ തന്നെ കുട്ടികളൊക്കെയാണ് അവർക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യണമെന്ന് അറിയണത്. പ്രായമായ ആളുകൾ സംശയമുണ്ടെങ്കിൽ പിള്ളേരെടുത്താൽ ചോദിക്കണേ. പണ്ട് ഈ പിള്ളേർക്ക് കണക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുമ്പോൾ 3-4 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി മണ്ട ഞാൻ തലയിൽ കയറിയില്ല. എൻ്റെ ഇവിടെ നിന്ന് വേട്ടുമ്പോൾ ഈ അപ്പം പറഞ്ഞാലേ മനസ്സിലായില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിള്ളേരിങ്ങോട്ട് വരട്ടിരുന്നു. ഈ ഒരു വലുപ്പമുള്ള ആകാര സൗഷ്ഠവമുണ്ടല്ലോ, ഈ വലുപ്പം, ഇത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ? ചില കഥാപാത്രങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് വരാൻ നേരത്ത് നമുക്ക് ഈ മരം ചുറ്റി ഓടുന്ന ക്യാരക്ടറൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ. ഹീറോ എന്ന് പറഞ്ഞാൽ മരം ചുറ്റി ഓടണമല്ലോ, വേണം. അത് ഒരു നോർമലി കൂടുതൽ തടിക്കുന്നത് സിനിമയിൽ മാത്രമല്ല, അല്ലാതെയും ഒരു ശകലം അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ, അച്ഛൻ എന്നെക്കാളും തടിയനായിരുന്നു. ഒരു മികച്ച നടന് മധുസാർ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? ഒബ്സർവ് ആരാണ് കൂടുതൽ ഈ ഭൂമിയിലെ മനുഷ്യരെയും ജീവിതത്തെയും ഒബ്സർവ് ചെയ്യുന്നത്, അവനാണ് ബെസ്റ്റ് ആക്ടർ. തിരിച്ചും പറയാം, ഈ ആക്ടർ മനസ്സിലുള്ളവൻ നല്ല ഒബ്സർവറായിരിക്കും. അവന് ഈ വിവിധ കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് മനുഷ്യരവൻ്റെ സൊസൈറ്റി തന്നെ വ്യത്യസ്തങ്ങൾ കാണുന്നത് അവൻ നോക്കിയിട്ട് അവനറിയാതെ തന്നെ അവൻ പഠിക്കും. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോവില്ല. അത് ഭയങ്കര താല്പര്യമായി പറ്റിയത് കാണാനും പഠിക്കാനും, അതുപോലെയുള്ള ഏതെങ്കിലും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പോൾ ഒബ്സർവേഷൻ അതാണ് ഒരു ആക്ടർക്ക് നമ്പർ 1 വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതെല്ലാ ആക്ടർക്കും ഇതുണ്ട്. സക്സസ്ഫുൾ ആർട്ടിസ്റ്റിനെല്ലാം ഈ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും. ഒരു മികച്ച സംവിധായകന് വേണ്ട ക്വാളിറ്റി എന്താണ്? അത് ഈ ജീവിതം പഠിക്കുക എന്നുള്ളത് തന്നെ. അതിൽ കൂടുതൽ പിന്നെ വേറൊന്ന് അവിടെ ടെക്നോളജിയും കൂടെ വരുന്നു. മറ്റേ ആക്ടറിൻ്റെ കാര്യത്തിൽ അവിടെ ടെക്നോളജി വരുന്നില്ല, പക്ഷേ അത് ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. മാറി മാറി വരുന്ന മെഷീൻസ്, മാറി മാറി വരുന്ന ഉപയോഗങ്ങൾ, മാറി മാറി വരുന്ന തിയേറ്റേഴ്സ്, മാറി മാറി വരുന്ന പ്രൊജക്ഷൻ, ഈ മാറി മാറി വരുന്ന പ്രേക്ഷകൻ്റെ മനസ്സ്, ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിരിക്കണം. അതിൽ കൂടെ വേണം കഥയും കഥാപാത്രങ്ങളെയും. അപ്പോൾ ഈ ഓൾറൗണ്ട് അറിവാളിയായിരിക്കണം ഡയറക്ടർ, പ്രയത്നശീലനുമായിരിക്കണം. നല്ല മെനക്കെട്ട പണിയാണ്. ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു തുല്യമായി നമ്മളിലേക്ക് ഒരു പ്രകടനം എത്തിക്കുന്നു എന്ന് തോന്നിയത് ആരോടൊപ്പം അഭിനയിച്ചപ്പോഴാണ്? ഒരു ഈക്വൽ പെർഫോമർ എന്നൊക്കെ പറയില്ലേ സാർ, അത് ശ്രീവിദ്യ. ഇതല്ലാത്ത ആരും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. 1-2 പടത്തിൽ ആരെങ്കിലും വന്നിട്ട് പോയി കാണുമായിരിക്കും. എൻ്റെ കൂടെ സ്ഥിരം അഭിനയിച്ചിട്ടുള്ള പഴയ ആദ്യത്തെ അംബിക, ഷീല, ശ്രീവിദ്യ, ജയഭാരതി, ശാരദ, വിദ്യ, പിന്നെ KR വിജയ. ഇവരെ നോക്കാൻ നേരത്തെ അല്ല, ഇവരെ ആരാണ് മോശമായത്? അവർക്ക് പറ്റിയ ക്യാരക്ടറാണ് അവർ അഭിനയിക്കുകയാണെങ്കിൽ ചിലർക്ക് തോന്നും, ചില കുട്ടികൾ അഭിനയിക്കാൻ വരുമ്പോൾ അവർക്ക് ഡയലോഗ് പറയാൻ വിഷമമുള്ളപ്പോൾ, അഭിനയിക്കാൻ വിഷമമുള്ളപ്പോൾ, നാണം കൂടുതലുള്ളപ്പോൾ ഒക്കെ. അതങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് അധികം തോന്നിയിട്ടില്ല, തോന്നിയേക്കാം. ഈ പറഞ്ഞവരിൽ ഏറ്റവും മികച്ചൊരു അത് പറയാൻ ഞാൻ പറഞ്ഞു, എല്ലാം ഓരോ വിധത്തിലാണ്. ഇപ്പോൾ ശാരദ അഭിനയിക്കുന്ന നല്ല റോളുകൾ ശ്രീവിദ്യയ്ക്കോ ഷീലയ്ക്കോ ഒക്കില്ല, ഷീല അഭിനയിക്കുന്ന ശാരദയ്ക്കും പലതും ഒക്കില്ല. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. പക്ഷെ ഇന്നയാൾ മെച്ചം, ഇന്നയാൾ ചെയ്യുന്ന ക്യാരക്ടർ മെച്ചം എന്നുള്ളതല്ലാതെ ഇന്നയാളിനെക്കാളും മെച്ചം അല്ലെങ്കിൽ മോശം എന്ന് പറയാനൊക്കില്ല. അവരെല്ലാം ഈക്വലി ക്വാളിഫൈഡാണ്. അവിടെ തൂക്കി നോക്കിയിട്ട് കാര്യമില്ല.
എന്തുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് പലതും ഒരാൾ എല്ലാ ക്യാരക്ടറും എല്ലാവരും ചെയ്യും. പക്ഷേ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ എത്ര വലിയ ആളാണെങ്കിലും ഒത്തില്ലാന്ന് വരും. അതിപ്പോൾ കാണാമല്ലോ. ഇപ്പോൾ പഴയ പടങ്ങൾ റീമേക്ക് ചെയ്യാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യമാവും. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നീലവെളിച്ചം എത്രമാത്രം ആസ്വാദ്യകരമായ ഒരു സിനിമയായിരുന്നു മധു സാറിന്? അവർ രണ്ടിലും കൂടെ വന്നിരുന്നു. കുട്ടിയും അങ്ങനെ പേരെന്താ ആഷിഖ് അബുവും ഭാര്യയും കൂടെ വന്നു. അത് റീമ കല്ലിങ്കിലും വന്നു. അവരതും കൊണ്ടുവന്നിരുന്നു അവിടെ എൻ്റെ ടി വിയിലിട്ട് കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സംഗതിയെല്ലാം കൊള്ളാം. പക്ഷേ ആ മാനസമന്ദയ വരുവാൻ എന്നുള്ളത് പ്രേമനസീർ പാടുന്ന സ്ഥലത്ത് ആരിരുന്ന് പാടിയാലും ശരി ഏക്കില്ല, അത് ഏറ്റുപോയി. പിന്നെ വിജയ ആൻ്റണിയുടെ ആ 2 കണ്ണുകൾ മറ്റാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആ മറ്റേ ക്യാരക്ടർ അവളെയും കൂടി ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഇതിങ്ങനെ ഈ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു യക്ഷിയാണ്. ആ കണ്ണുകൾ വിൻസെൻ്റ് മാസ്റ്റർ ഭ്രാന്ത് പിടിച്ച് അന്വേഷിച്ച് കിടക്കുകയാണ്. ഇതിങ്ങനെ 2 നല്ല കണ്ണുകൾ, ഈ കണ്ണുകളുള്ള. അപ്പോൾ ബൈ ചാൻസിൽ ഇവിടെ വാഹിനി സ്റ്റുഡിയോയിൽ അവിടുത്തെ തിയേറ്ററിൽ ഇത് ഓപ്പറേറ്റർ അയാൾക്ക് ചോറ് കൊടുക്കാൻ അയാളുടെ മോള് ഇതുമായിട്ട് വരുന്നു. അത് വിവാഹം കഴിച്ച പെണ്ണാണ്. ചോറുമായിട്ട് വരുന്നു. കണ്ടപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പെണ്ണിനെ കണ്ടേയുള്ളൂ. അന്വേഷിച്ച് ആരാണ് അത്? ഇന്ന ആളുടെ ഇന്നാണ്. അതിനെ അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ അങ്ങനെ ഈ കണ്ണ് ആ പെണ്ണതിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞുമുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചതാണ് വിജയ നിർമ്മല. അപ്പോൾ ആ അന്ന് ആരും കണ്ടിട്ടില്ല ഈ കുട്ടിയെ. ഈ ഇന്നസെൻസ് ഭംഗിയായിട്ട് ഈ കുട്ടി അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഷീ ഹാസ് മെയ്ഡ് ഒരു ഇമേജ്. ഭയങ്കര സ്മാർട്ടായ, വേണ്ടി വന്നാൽ തല്ലാൻ റെഡിയായ, വേണ്ടി വന്നാൽ എന്തും ചെയ്യുന്ന ഒരു പെണ്ണായിട്ടാണ് ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരെ ആ ക്യാരക്ടറാകാൻ പറ്റില്ല. അവൾ വെരി ഇന്നസെൻറ്റ്. ആദ്യമായിട്ടാണ് ഈ എല്ലാ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. യുവനടന്മാരുടെ നിരയുണ്ടല്ലോ നമുക്ക്. ടൊവിനോ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, നിവിൻ പോളി, ദുൽഖർ സൽമാൻ. ഇവരിലെ പ്രതിഭ വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു നടനെ പറയാൻ പറഞ്ഞാൽ മധു സാർ ആരെ പറയും? അല്ല, എനിക്ക് ടൊവിനോ ഇഷ്ടമാണ്, ഫാസിലിനെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ കുറേ ആസിഫ് അലിയുടെ കുറേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആസിഫ് അലിയെ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് ആദ്യം ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വരുന്ന പുതിയ പടങ്ങൾ കാണുമ്പോഴാണ് ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ ഇയൊക്കെ ഒരു ആൻ ആർട്ടിസ്റ്റ് ഒരു അംഗീകാരം തോന്നുന്നത്. വലിയ സന്തോഷം ഈ ഒരു സംഭാഷണം സാധ്യമായതിൽ. ഞങ്ങൾക്ക് അനുവദിച്ച സമയത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും മലയാള സിനിമകൾ കാണാനും അപ്ഡേറ്റഡ് ആയ മധു സാറായിരിക്കാനും സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.